മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ സർക്കാർ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുമെന്ന് ടൂറിസം മന്ത്രി പി.സി. വിഷ്ണുനാഥ്. മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ആലോചിച്ച് ഉടൻ തീരുമാനമെടുക്കും. അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിൽ സഹകരണമുണ്ടാക്കുമെന്നും പി.സി. വിഷ്ണുനാഥ് വ്യക്തമാക്കി. മൂന്നാറും പരിസര പ്രദേശങ്ങളും നിലവിൽ 4 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഉൾപ്പെടുന്നത്. പോലീസിംഗിൽ തന്നെ ഇവിടെ നേരിടുന്ന ഒരു പ്രശ്നം 3-4 പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇത് വരുന്നത്. ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇല്ല, ഇവിടെ ടൂറിസ്റ്റ് പോലീസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ മൂന്നാറില്ല. അപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കും, ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരിക്കും. ഈ അതിർത്തി ജില്ലയിലെ പോലീസ് സൂപ്രണ്ടും അവിടുത്തെ കളക്ടറും ഇവിടുത്തെ പോലീസ് സൂപ്രണ്ടും ഒക്കെയായി ചേർന്ന് ഒരു കോർഡിനേഷൻ കൂടി ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പറഞ്ഞിട്ട് ഒരു പുതിയ കാര്യമാണ്. എനിക്കത് പറയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ മൂന്നാറിൽ ഉണ്ടാകണമെന്നൊരു ആവശ്യം ഈ ഡിസ്കഷന്റെ ഭാഗമായി നല്ല നിലയിൽ വന്നിട്ടുണ്ട്. രാഹുൽ സുരേഷിന്റെ വിവരങ്ങൾ നൽകാൻ. രാഹുൽ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ മൂന്നാർ, എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, ആളുകൾ നിരവധി എത്തുന്ന സ്ഥലങ്ങൾ, അതിനൊപ്പം തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഇഘട്ടത്തിൽ ഉണ്ടാവുകയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, മറ്റൊന്ന് ഈ സ്റ്റേഷൻ, ഈ സ്ഥലം മൂന്നാർ ഉൾപ്പെടുന്ന പ്രദേശം 4 സ്റ്റേഷൻ പരിധിയിൽ എന്നുള്ളത് കൂടി എന്നുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്? എന്താണ് പറയുന്നത്? എങ്ങനെ ഈ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാം, അതിൽ എന്തൊക്കെ ഉൾപ്പെടും, എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ എന്നാണ് പറയുന്നത്, വ്യക്തമാക്കുന്നത്? ശ്രുതി, അടുത്ത കാലത്തുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ സർക്കാരിനെ നിർബന്ധിതരാക്കുന്നത്. കാരണം അടുത്ത കാലത്ത് തന്നെ വിനോദസഞ്ചാരികളായ ആളുകൾക്ക് 9 ഇടങ്ങളിലാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്, അക്രമം നേരിടേണ്ടി വന്നത്. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നാറും പരിസര പ്രദേശങ്ങളും കേരളത്തിൽ തന്നെ 4 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. വെള്ളത്തൂവല്, മൂന്നാർ, കൂടാതെ ദേവികുളം, പറയൂര്. അതുകൂടാതെ ടോപ്പ് സ്റ്റേഷൻ വരുന്നത് തമിഴ്നാടിന്റെ കൊരങ്ങണി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഈ ആളുകൾ ഇവിടെ ഏത് ഭാഗത്ത് വെച്ചൊരു ദുരനുഭവം ഉണ്ടായാലും മൂന്നാർ ടൂറിസം ഹബ്ബ് എന്ന നിലയിൽ മൂന്നാർ ടൗണിലെത്തുകയും മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അവിടെ എത്തുമ്പോഴാണ് ഒന്നെങ്കിൽ വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷൻ പരിധിയാണ്, അല്ലെങ്കിൽ മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്ന കാര്യം ആളുകൾ തിരിച്ചറിയുന്നത്. പലപ്പോഴും തിരികെ പോകാൻ തയ്യാറാകാതെ ആളുകൾ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായ ദുരനുഭവം പങ്കുവെക്കുകയും ചെയ്യും. ഇത്തരത്തിലുണ്ടായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ വീണ്ടും കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നത്. ഇന്നലെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അവലോകന യോഗമുണ്ടായിരുന്നു. അതുകൂടാതെ വിനോദസഞ്ചാര മേഖലയുമായി പ്രവർത്തിക്കുന്ന ആളുകളും ഈ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും ആദ്യം പ്രഥമ പരിഗണന നൽകുന്നത് മൂന്നാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുവാനാണ്. 30ഓളം പോലീസ് ഉദ്യോഗസ്ഥർ അതിനു വേണ്ടി വരും. അതുകൂടാതെ വാഹനങ്ങളും വേണം. അപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും കൂടി ആലോചിച്ച ശേഷം ഉടൻ തന്നെ ഈ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരുന്നതിൽ അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന കാര്യം അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ടോപ്പ് സ്റ്റേഷൻ പരിധിയിൽ കുറേയധികം അക്രമ സംഭവങ്ങൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കൊരങ്ങണി പോലീസിൽ പരാതി നൽകിയാലും പലപ്പോഴും പരാതി എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന പരാതി ഈ ടൂറിസ്റ്റുകളും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരള തമിഴ്നാട് സർക്കാരുമായി കൂടി ആലോചിച്ചുകൊണ്ട് ഒരു സഹകരണം ആ കാര്യത്തിലും ഉണ്ടാക്കാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും അതിവേഗം ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ മൂന്നാറിലെ അടിസ്ഥാനപരമായി നിലവിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ യോഗം കഴിഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. അതിവേഗം തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽ പ്രശ്നം പെടുത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാമെന്നാണ് ടൂറിസം മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ശ്രുതി, മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ആലോചിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.